ഹൃദ്രോഗമെന്ന് പറയുന്നതിന് കാരണങ്ങൾ ഇൻറ്റേർണലും എക്സ്റ്റേണലും ഉണ്ട്. അഥവാ തനതായി ശരീരത്തിലുള്ളതും പിന്നെ പുറമേ ഉള്ളതും. അപ്പോൾ തനതായി എന്ന് പറയുമ്പോൾ നമുക്ക് ജനറ്റിക്സാണ് സാധാരണ ഇതിൽ പറയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പുറമേ നിന്നുള്ളതാണ്. പലതരത്തിലുള്ള മലിനീകരണങ്ങൾ ഇത് ഒരു കാരണമായി പറയുന്നുണ്ട്. രണ്ടാമത്തേത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, ഇതിലൊക്കെയുള്ള മലിനീകരണങ്ങൾ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വരാതെ നോക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, നന്നായിട്ട് ഭക്ഷണവും അല്ലെങ്കിൽ എക്സസൈസും ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ലൊരു ശ്രദ്ധയുണ്ടാവണം. പിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രോപ്പറായിട്ട് ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ഹൃദ്രോഗത്തിന് ചാൻസ് ഉണ്ടോ എന്നുള്ള അറിയാനായിട്ട് നമുക്കത് ചെക്ക് ചെയ്യണം. പ്രായം കൂടുന്തോറും അതിൻ്റെ ഒരു ഫ്രീക്വൻസി കൂടുകയും കൂടുതലായിട്ട് ചെക്ക് ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയും ഇരിക്കുന്നു. ഉണ്ടാകുകയാണെങ്കിൽ എങ്ങനെയാണ് അതിനെ ചികിത്സിക്കുക? ഒന്ന്, പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതചര്യയിലുള്ള വ്യത്യാസങ്ങളും മറ്റും. രണ്ടാമത്തേത് മരുന്നുകളാണ്. മൂന്നാമത്തേത് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നാലാമത്തെ സർജറിയാണ്. അപ്പം ഇങ്ങനെ ഓരോ പടിപടിയായിട്ട് ഉള്ള കാര്യങ്ങളിലൂടെ നമുക്കിതിനെ നിയന്ത്രിക്കാനും വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാനും കഴിയുമെന്നുള്ളത് ഒരു നല്ലൊരു കാര്യമായി തോന്നുന്നു.